നവരാത്രി പ്രമാണിച്ച് ഹാഫ് ഡേ ലീവ് കിട്ടിയപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തു മൈസൂർ പോയാലോന്ന്. ദസറ ആണല്ലോ, എന്തൊക്കെയോ കാണാനും ഉണ്ടാവും. രണ്ടാളും ഇതുവരെ മൈസൂർ പോയിട്ടുമില്ല. മാത്രമല്ല ഇവിടുന്ന് ബസ്സിന് ഒരു 4-5 മണിക്കൂർ മാത്രമേ എടുക്കൂ. പിന്നെ ഒന്നും ആലോചിച്ചില്ല, കയ്യിൽ കിട്ടിയതും കൊണ്ട് നമ്മൾ ബസ് കയറി. നമ്മൾ നിൽക്കുന്ന ബൊമ്മസാന്ദ്രയിൽ നിന്നും ബസ് കയറി മജസ്റ്റിക് ഇറങ്ങി അവിടുന്ന് വേറെ ബസ്, അതായത് മൈസൂർ ബസ് തപ്പാന്നാണ് പ്ലാൻ. ഇവിടുന്ന് മെട്രോ കയറിയാൽ ഇതിലും വേഗം എത്താം. പക്ഷേ ഒരു ഫ്ലൈ ഓവർ ബസ് കിട്ടിയതുകൊണ്ട് മറ്റൊരു വഴിയും പിന്നെ ആലോചിച്ചില്ല. ഫ്ലൈ ഓവർ ബസ് ആയതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും വരാനില്ല. എല്ലാ സ്റ്റോപ്പിലൊന്നും നിർത്താത്തത് കൊണ്ടും മറ്റുള്ള വാഹനങ്ങളുടെ തിരക്ക് പൊതുവെ കുറവായതുകൊണ്ടും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താം. അല്പം ചാർജ് കൂടുതലാണെന്നേ ഉള്ളൂ, പക്ഷേ മെട്രോയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറവുമാണ്. പിന്നെ ബാംഗ്ലൂർ നഗരത്തിന്റെ വിശാലമായ കാഴ്ച സുഖസുന്ദരമായി ആസ്വദിച്ച് മുന്നോട്ട് പോവാം. ഫ്ലൈ ഓവർ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും ചെറിയ ചെറിയ ബ്ലോക്കുകൾ പ്രത്യക്ഷമായി തുടങ്ങി. പെട്ടെന്നെടുത്ത പ്ലാൻ ആയതുകൊണ്ട് ഇന്ന് ബസ് കിട്ടുമോ, അവിടെ എത്തുമോ എന്നതെല്ലാം ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് നിന്നു. പിന്നെ എന്താ, നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ. നാളെയും മറ്റന്നാളും ലീവാണ്. ആരെയൊന്നും ബോധിപ്പിക്കാനുമില്ല. എത്തുമ്പോൾ എത്തട്ടെ എന്ന് തീരുമാനിച്ചു. ഇത്തരം അവസരങ്ങളൊന്നും എപ്പോഴും കിട്ടണമെന്നില്ല, കിട്ടുമ്പോൾ നന്നായിട്ട് ഉപയോഗിക്കണം. അങ്ങനെ നമ്മൾ മജസ്റ്റിക് KSRTC സ്റ്റാൻഡിൽ നിന്നു. ഇവരൊക്കെ മൈസൂർ പോകാൻ നിൽക്കുന്ന ആൾക്കാരാ. പെട്ടെന്ന് അപ്പുറത്തെ സൈഡിൽ ഒരു ബസ് വന്നു. ഭാഗ്യത്തിന് വേഗം ഓടിപ്പോയി സീറ്റ് പിടിക്കാൻ സാധിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ വിശപ്പ് മാറ്റാൻ ഒരു മാങ്ങ വാങ്ങി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൽ മാങ്ങ, പേരക്ക, അങ്ങനെ കുറേ ഫ്രൂട്ട്സ് ഇങ്ങനെ മുറിച്ചിട്ടിട്ടായിരുന്നു അവർ വിൽക്കുന്നുണ്ടായത്. പിന്നെ അത് കഴിഞ്ഞ് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നോക്കി. നല്ല പച്ച വിരിച്ച നെൽവയലുകളാണ് സംഭവം മൊത്തം. ഇത് കുറച്ചൊന്നുമല്ല, കുറേ അധികം ദൂരം തന്നെ നല്ല നിരത്തി ഇങ്ങനെ നെൽവയല. നെല്ല് മാത്രമല്ല, കരിമ്പ്, അങ്ങനെയുള്ള കൃഷികളും കൂടി ഇതിൻ്റെ ഇടയിലുണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വീടുകളൊന്നും അങ്ങനെ കാണുന്നില്ല. ഈ ഒരു റോഡ് സൈഡിലോട്ടായി മുഴുവനായിട്ട് ഇങ്ങനെ നെൽവയലുകളാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരുക്കിയ സ്ഥലം, പിന്നെ ട്രാക്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. ബാക്കിയെല്ലാം പിന്നെ സാധാരണ ഞാൻ ബാംഗ്ലൂർ ടു കണ്ണൂർ പോകുന്ന വഴിയായതുകൊണ്ട് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ ഒരു 6-7 മണിയാവുന്ന സമയത്ത് നമ്മൾ മൈസൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് ബസ് ഇറങ്ങി. സത്യം പറഞ്ഞാൽ നമുക്ക് രണ്ടാക്കും എങ്ങോട്ടാ പോകണ്ടേ ഒന്നും ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. പിന്നെ മാപ്പ് ഉള്ളത് ഇപ്പം എന്തോ ഒരു ഭാഗ്യമാണ്. മാപ്പ് നോക്കി നോക്കി അങ്ങനെ അങ്ങ് പോവാം. പക്ഷേ ഇന്നെവിടെ സ്റ്റേ ചെയ്യുന്നോ, എങ്ങനെയാ എന്താ കാണണ്ടേന്നോ ഒന്നും ഒരു പ്ലാനും ഉണ്ടായിട്ടില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ ഇവിടെ കാണാനുള്ളതെന്ന് പിന്നെ മനസ്സിലായി. അതായത് നമ്മുടെ ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അല്ലെ ബസ് സ്റ്റാൻഡിൻ്റെ കുറേ മുന്നേ തന്നെ ഇവർ ഡെക്കറേഷൻ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാ ഭാഗത്തും നമ്മൾ നോക്കിയാലും അവിടെ ഒരുപാട് ലൈറ്റും പിന്നെ ഇങ്ങനെ ഓരോ കച്ചവടം ചെയ്യുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് മൈസൂർ പാലസിലോട്ടേക്കാണ്. ദസറ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, മൈസൂർ പാലസ് തന്നെയാണ്, അവിടെയുള്ള പ്രോഗ്രാമുകൾ തന്നെയാണ് ഏറ്റവും നമ്മൾ മൈസൂരിലെ ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ മാപ്പ് നോക്കി പോയെങ്കിൽ കൂടി അത് ഏത് എൻട്രൻസിലോട്ടേക്കാണ് എത്തുന്നതെന്ന് ഒരു പിടിയും ഉണ്ടായിട്ടില്ല. ഒരുപാട് പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കറങ്ങി നടന്നു. പിന്നെന്താണെന്ന് വെച്ചാൽ കാണാൻ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. ഒന്നുമില്ലെങ്കിൽ ഈ ലൈറ്റും പിന്നെ ഈ വഴിയിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരും അതൊക്കെ കാണുമ്പോൾ തന്നെ സംതിങ് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. ഇവിടെ ഒരു സൈഡ് ഗാന്ധിജിയും അങ്ങനെ ചില സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ ലൈറ്റ് വെച്ച് അലങ്കരിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നേരം നമ്മൾ എവിടെയും നോക്കി നിന്നില്ല. നമ്മൾ നേരെ മുന്നോട്ട് തന്നെയാണ് നടക്കുന്നുണ്ടായത്. ആൾക്കാർ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പോകാനുള്ള വഴി കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടായിരുന്നു. പല സ്ഥലങ്ങളിലും ഇവരെ പോലീസുകാർ ബാരിയറൊക്കെ വെച്ചിട്ട് പോകാൻ പറ്റാത്ത രീതിയിലും ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് അപ്പുറത്തോട്ട് കടക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ ഈ ഒരു പണി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുതിരവണ്ടികളെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ മൈസൂർ പാലസിൻ്റെ നിയറായിട്ട് എത്തി. പിന്നെ ഇവിടെ തന്നെയാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഡ്രോൺ ഷോ ഉള്ളത്. പക്ഷേ അതിൽ വലിയ ക്യൂ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറാനൊന്നും നിന്നില്ല. പിന്നെ നമുക്കൊരു ഐഡിയ കിട്ടാൻ തന്നെ കുറച്ച് സമയം വേണ്ടി വന്നു. ഇതൊക്കെ എന്താണ്, ആക്ച്വലി നമ്മൾ പാലസിൻ്റെ ബാക്ക് സൈഡിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ പിന്നെയും നടക്കേണ്ടി വന്നു. നല്ല തിരക്കായതുകൊണ്ട് തന്നെ പാലസ് നാളെ വന്ന് കാണാമെന്ന് ഉറപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ റൂം നോക്കി.
റൂം ഈ സമയത്ത് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന് ആദ്യം മനസ്സിലാക്കിയിരുന്നു. എങ്കിലും എങ്ങനെയല്ലോ അത്യാവശ്യം ലാസ്റ്റ് നമുക്കൊരു റൂം ഒപ്പിച്ചു. പിന്നെ ഈ സമയത്ത് എന്തായാലും നല്ല കോസ്റ്റ്ലി ആയിരിക്കും റൂമെല്ലാം. നമ്മളെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ ഒരു റൂമും ഒപ്പിച്ച് പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ നിന്നു. അവസാനം നമ്മുടെ ഫുഡൊക്കെ വന്നു. പിന്നെ നമ്മൾ അത് കഴിക്കാനുള്ള തത്രപ്പാടിലായി. പിന്നെ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ? എത്ര നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിലും നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ബെഡ്ഷീറ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇല്ല, എന്തോ ഒരു പോലെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല ഡൊണ്ണ ബിരിയാണി കഴിച്ച് അന്നത്തെ രാത്രി അവസാനിപ്പിച്ചു. അപ്പോൾ ബാക്കി നാളെ